ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒന്നല്ല, ഒരു ദിവസത്തെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കുക്ക് ചെയ്തതെന്ന് നോക്കിയാലോ. ഇതൊരു സൺഡേ വീഡിയോ ആണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ചിക്കനും ബിരിയാണി റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകിട്ട് വടയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസത്തെ റുട്ടീൻ നോക്കിയാലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഉപ്പുമാവാണ് നമ്മൾ ഉണ്ടാക്കിയത്. സൺഡേസിൽ മിക്കവാറും ഉപ്പുമാവാണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. കടുകും ഉഴുന്നും ഒക്കെ ഇട്ട് പൊട്ടിച്ചു. കറിവേപ്പിലയും മുഴുവൻ മുളകും ഇട്ട് കൊടുത്തു. ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് സവോളയും പിന്നെ 2 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് ഞാൻ എടുക്കുക കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. വെള്ളത്തിലേക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ഗ്ലാസ് റവയാണ് എടുക്കുക. അതിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ തിളപ്പിച്ചെടുത്തത് കേട്ടോ. ഉപ്പ് വെള്ളത്തിലൊരു നൂലുക്ക് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിൽ ഉപ്പൊക്കെ നല്ല കറക്റ്റായിട്ട് വരും. ഒരു 2 മിനിറ്റ് ഒന്നിങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് കൂടെ അടിപൊളിയായിട്ട് വരും. അതിലേക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തതും കൂടി തോലൊക്കെ കളഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഉപ്പുമാവിന്. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന പഴം നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഴവും ഉപ്പുമാവുമാണ് കേട്ടോ. പപ്പടം വേണ്ടവർക്ക് കാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് സൺഡേ ആയിട്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്കിലേക്ക് ചിക്കനാണ്. ഇന്ന് നമ്മളൊരു അടിപൊളി പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാൽ ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുരുമുളകും പെരുംജീരകം ചെറിയ ജീരകം കേട്ടോ, നല്ല ജീരകം, ഇത് 3ഉം കൂടി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതാണ് നമ്മൾ പൊടിച്ചെടുക്കുന്ന മസാല. പിന്നെ നമ്മളിതാ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇത് 3ഉം കൂടി ഒന്നിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3ഉം കൂടി അരച്ച ഒരു സ്പൂണ് അതിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പെപ്പർ ചിക്കനിലേക്ക് ആകെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയും നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച മസാലക്കൂട്ടും മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മസാലയും പിന്നെ കുരുമുളകും ജീരകവും കൂടി നമ്മൾ പൊടിച്ച് വെച്ച ഇതും കൂടി ഇട്ട് ആ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. കഴുകി വര വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് മൂടി വയ്ക്കുമ്പോഴേക്കും എന്താ ചിക്കൻ എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇറങ്ങി വന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടിയൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് വിനീഗർ, പിന്നെ കുറച്ച് വെള്ളം, ഇത്രയും സാധനങ്ങളൊന്ന് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാനൊരു ഷോർട്സ് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ പല വട്ടം ഉണ്ടാക്കിയിട്ട് പിള്ളേർ പറയും 2-3 കിലോ ചിക്കൻ ഒരുമിച്ച് ഇത് മാത്രം ഉണ്ടാക്കി വയ്ക്കുക അമ്മ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പെപ്പർ ചിക്കൻ എടുത്തു. പിന്നെ കുറച്ച് ഇന്നലെ വറുക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ആ വറുത്ത അതേ ഓയിലിലേക്ക് തന്നെയാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുനുകുനാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തു. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന സോസ് ഉണ്ടല്ലോ, ആ സോസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ സോസ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ വറക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ ചേർത്ത് ആ സോസിൽ നമ്മുടെ ഈ ഒരു ചിക്കൻ പീസുകളൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെ സെറ്റായി വന്നു. ആ സോസൊക്കെ വറ്റി വരുമ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിന്ന് സൺഡേ ആയിട്ട് ബിരിയാണി റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വളരെ ഈസി ആയിട്ടുള്ളൊരു കുക്കർ ബിരിയാണിയാണ് കേട്ടോ. ഒരു പാനിലേക്ക് നെയ്യോ ബട്ടറോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, 2 മണി കുരുമുളക് പൊടി, കുരുമുളക് പൊടിയല്ല കേട്ടോ, മുഴുവൻ കുരുമുളക്, 2 മണി പെരുംജീരകം ഒക്കെ ഇട്ട് ഒന്നിങ്ങനെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഞാൻ വഴനയില അല്ലെങ്കിൽ നമ്മുടെ രമ്പയില എന്നൊക്കെ പറയില്ലേ, രമ്പയില, ബിരിയാണി ഇല എന്നൊക്കെ പറയില്ലേ, അതൊരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണമാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ഒരു സവോള നന്നായിട്ട് അരിഞ്ഞത്
അതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നേരത്തെ ആ പെപ്പർ ചിക്കനിലേക്ക് റെഡിയാക്കിയപ്പോൾ ഒരു സ്പൂൺ അതിലേക്ക് ഒരു സ്പൂൺ ഇതിലേക്കായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസിന് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കഴുകി വാര വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ആ അരി ചേർത്ത് പിന്നെ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചേക്കുന്നത്. ചില അരിക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. എൻ്റെ ഈ ഒരു അരിക്ക് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെച്ചാലാണ് കറക്റ്റ് വേവായിട്ട് കിട്ടുക. ഇത് നമ്മൾ ദമ്മിടാനാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. കാരണം നമുക്ക് മുഴുവനായിട്ടും വെന്ത് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ തന്നെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിൽ ആവി വരും. ആവി വന്നതിന് ശേഷം വിസിൽ വെച്ച് കഴിഞ്ഞാൽ 7 അല്ലെങ്കിൽ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡി ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു വട്ടയിലേക്ക് മാറ്റിയിട്ടോ. കുക്കറിൽ ഇളക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരി വറുത്തിട്ടിട്ടുണ്ട്. സവാളയൊക്കെ വറുത്തിടാം. ഞാനിപ്പോൾ തൽക്കാലം മുന്തിരി മാത്രമേ വറുത്തിടുന്നുള്ളൂ. സൺഡേ അല്ലേ, പള്ളിയിൽ പോകാനുള്ള സമയമായതുകൊണ്ട് ഞാൻ മുന്തിരി മാത്രം വറുത്ത് ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചിക്കനൊക്കെ ഇവിടെ തിന്നൽ കഴിഞ്ഞു. ബാക്കിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വരുമ്പോഴത്തേക്കും. ബിരിയാണി റൈസും പെപ്പർ ചിക്കനും നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ഒക്കെ ആയിട്ട് ഉച്ചയ്ക്ക് അങ്ങനെ കഴിഞ്ഞു. വൈകിട്ട് നമ്മൾ ഇന്ന് ചായക്ക് വടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഉഴുന്നുവടയാണ് ഉണ്ടാക്കിയത്. ചെറിയൊരു മഴക്കോള് പോലെയൊക്കെ തോന്നിയപ്പോൾ മഴയത്ത് നമുക്ക് ചൂട് ചായയും വടയൊക്കെ കഴിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉഴുന്നൊക്കെ അരച്ചെടുത്തു. അതിലേക്ക് ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പില ചെറിയ ഉള്ളി കുരുമുളക് ചതച്ചത് ഇതൊക്കെ കൂടി ചേർത്ത് കായംപൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് നമ്മൾ വട ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളതിൻ്റെ ഷേപ്പാക്കി എണ്ണയിലിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഗോൾഡൻ കളർ ഇതാവുമ്പോൾ ഒക്കെ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ നല്ല ചൂടോടക്കനെ കഴിക്കണം. നല്ല മുരമുരാന്നിരിക്കും പുറം ഭാഗമൊക്കെ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി വടയും കട്ടൻ ചായയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരത്തേക്ക് പിന്നെ ഉച്ചയ്ക്കലത്തെ ഈ ഒരു ബിരിയാണി റൈസും പെപ്പർ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നില്ല, പെപ്പർ ചിക്കനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രിയിലേക്ക് വേറെ കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.